ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അഡ്വക്കേറ്റ് അഞ്ജലിയിൽ നടക്കാൻ പോകുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഘട്ടമാണ്. പത്മ എവിടെയുണ്ടെന്നോ പത്മയുടെ കാര്യം ഒന്നും തന്നെ പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. പക്ഷേ അഞ്ജലിക്ക് വീണ്ടും ചതി പറ്റുന്ന കാര്യങ്ങളാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു പ്രൊമോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മിക്കവാറും ഫുൾ പ്രൊമോ TV-യിൽ വരുവാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പൊ ചെറിയൊരു പ്രൊമോ മാത്രമേ വന്നിരിക്കും. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആയിട്ട് പറയണത്. അങ്ങനെ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് കുറുപ്പിനോടും കുറുപ്പിന്റെ മകനായിട്ടുള്ള കാർത്തിക്കിനോടും മകൾ കാവ്യ എടുത്തും പറയുന്നുണ്ട് പത്മ മരിച്ചിട്ടില്ല എന്ന് പറയാണ്. ഇത് കേട്ട് അവർ ആകെ ഇങ്ങനെ ഷോക്ക് ആയിട്ടിരിക്കുമ്പോ അഞ്ജലി പറയുന്നുണ്ട് പത്മ മരിച്ചിട്ടില്ല, റെയിൽവേ ട്രാക്കിൽ കിടന്ന ഡെഡ് ബോഡി പത്മയുടെ അല്ല എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും അവർ അത്രയും നേരം ആഘോഷത്തോടെ നിൽക്കായിരുന്നു. ആ പത്മ മരിച്ചു, ഇനിയൊന്നും പേടിക്കാനില്ല എന്നൊക്കെ രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഷോക്ക് അടിച്ച പോലെ ആയിട്ട് ഈശ്വര പത്മ മരിച്ചില്ലേ, അവരെല്ലാം കൊന്നതെങ്കിൽ പോലും എന്തോ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അവള് തീർന്നല്ലോ എന്നൊരു സെറ്റപ്പ്. അപ്പൊ അഞ്ജലിയുടെ വായിന്ന് ഇങ്ങനത്തെ ഒരു വർത്താനം കേട്ടപ്പോഴേക്കും അവരപ്പം മനസ്സിൽ വിചാരിക്കുകയാണ് പത്മ അപ്പം മരിച്ചിട്ടില്ല, അപ്പൊ അവൾക്ക് ഇനി അധികം ആയുസില്ല, അവളെ കണ്ടുപിടിച്ചേ പറ്റൂ, അവളപ്പം മിസ്സിംഗ് ആണ്. ആ സിയെ നന്ദന്റെ കയ്യിലും ആ സിയെ ജാഫറിന്റെ കയ്യിലും ഈ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കയ്യിലും പിന്നെ അവനുണ്ടല്ലോ ആ അർജുൻ അവരുടെ കയ്യിലും എത്തണത് മുമ്പ്, അവര് കണ്ടുപിടിക്കുന്ന മുമ്പ് പത്മനെ നമുക്ക് കണ്ടുപിടിക്കണോടാ മോനെ എന്ന് കാർത്തിക്കിനോട് കുറിപ്പ് പറയുന്നുണ്ട് അഞ്ജലി പോയതിനു ശേഷം. ശരിക്കും പറഞ്ഞ അഞ്ജലി ഒരു എടുത്തുചാട്ടമാണ് ചെയ്തത്. ഒരിക്കലും അത് അവരോട് പറയാൻ പാടില്ലായിരുന്നു പത്മ മരിച്ചില്ല എന്നുള്ള കാര്യം. അവര് മരിച്ചു എന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ ഇരിക്കുകയാണെങ്കിൽ പത്മനെ സുഖമായിട്ട് ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. അർജുൻ ചെയ്തത് തന്നെയാണ് കറക്റ്റ്. കാരണം ഇന്നലെ വീട്ടിൽ പോയപ്പോ അർജുന്റെ വായിന്ന് ഒരിക്കൽ പോലും പത്മ മരിച്ചിട്ടില്ലെന്ന് വീണില്ല. ആ പാവം പെൺകുട്ടീനെ നിങ്ങൾ എല്ലാവരും കൂടി കൊന്നില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോഴും മരിച്ചിട്ടില്ല എന്ന് അർജുന്റെ വായെന്ന് വീണട്ടേയില്ല. പക്ഷെ അഞ്ജലി അത് പറഞ്ഞത് കൊണ്ട് തന്നെ കുറുപ്പും കാർത്തിക്കും കാവ്യയും കൂടി ഇനി പത്മേനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലായിരിക്കും കേട്ടോ. അതേസമയം നമ്മുടെ സമൂഹ വിവാഹം നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരാഴ്ച മുമ്പ്, അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറിപ്പിന്റെ കയ്യിലേക്ക് എത്തണം. അന്ന് പത്രത്തിലൊക്കെ ഫോട്ടോസ് ഒക്കെ വന്നെങ്കിലും ഈ കാവ്യയുടെയും അർജുന്റെ വിവാഹം മുടങ്ങിയല്ലോ, അതുകൊണ്ട് പത്രവും കാര്യങ്ങളും അവർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പൊ ഒരു സമാധാനത്തോടെ ഇരിക്കുകയാണ്. പത്മയുടെ ഒരു വിവരവും ഇല്ല, കാര്യങ്ങളൊക്കെ സമാധാനത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അർജുനാണെങ്കിൽ വീട്ടു തടങ്കലിടാനും അവർക്ക് പറ്റുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇനി തന്റെ മോളുടെ വിവാഹം വളരെ ഈസി ആയിട്ട് നടക്കുമെന്നൊക്കെ കുറിപ്പ് വിചാരിക്കണം. അങ്ങനെ ഒരു സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു ദിവസം നമ്മുടെ കുറിപ്പാണെങ്കിൽ ഒരാളെ പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു സമൂഹ വിവാഹം ഇങ്ങനെ നടക്കണം അങ്ങനെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച ഒരാള്, ആ മേൽനോട്ടക്കാരൻ, അയാൾ അന്ന് സമൂഹ വിവാഹം നടത്തിയതിന്റെ ആ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ കുറിപ്പിനെ കൊടുക്കാണ്. അപ്പൊ ഇത് നോക്കുമ്പോഴേക്കും കുറിപ്പ് പറയണ്ട് അന്നത്തെ വീഡിയോസും ഫോട്ടോസും അന്നത്തെ തിരക്കിലും ടെൻഷനിലും ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ അവര് കുടുംബമായിട്ടാണ് ആ ഫോട്ടോസ് നോക്കണം. അപ്പൊ 10 ദമ്പതികളാണ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കേട്ടോ. അതിൽ ഓൾറെഡി 5 പേരുടെ വിവാഹം കഴിഞ്ഞവർ തന്നെയാണ്. വെറുതെ ഒരു തട്ടിക്കൂട്ട് ആ പേരിനും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ അല്ലേ, അപ്പൊ പേരിനും പ്രശസ്തിക്ക് വേണ്ടി കുറിപ്പ് ചെയ്ത ഒരു തരികിട പരിപാടിയായിരുന്നു അത്. അങ്ങനെ 10 ദമ്പതികളുടെ ഫോട്ടോസ് നോക്കുന്ന സമയത്താണ് ആ ഒരു ഞെട്ടിക്കുന്ന കാര്യം കുറിപ്പും ഭാര്യയെ സേതും കാവ്യം കാർത്തിക്കും മനസ്സിലാക്കണത്. നോക്കുമ്പോ ദേ നിൽക്കുന്നു അർജുനും അഞ്ജലിയും കൂടി ചേർന്ന്. അത് കണ്ടവർക്ക് ഷോക്ക് ആവാണേ. ഇത് അവനല്ലേ അർജുൻ, ഇത് അഞ്ജലി, ആ അഡ്വക്കേറ്റ് അഞ്ജലി. ശരിയാ അച്ഛാ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഫോട്ടോ വലിയ എഡിറ്റിംഗോ ആയിരിക്കും അച്ഛാ? എന്ത് എഡിറ്റിംഗ്? ഒരു എഡിറ്റിംഗും ഇല്ല. എന്നിട്ട് രാഘവൻ അങ്കിൾ നമ്മളോട് ഇതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, അതിന് അയാളും അറിഞ്ഞു കാണില്ലായിരിക്കും. എനിക്കിപ്പോ കാര്യങ്ങളുടെ ഏകദേശം വശം മനസ്സിലായി മോളെ. അന്ന് കാർത്തിക്കിനെയും അതുപോലെ തന്നെ അവളെയും കാണാതായല്ലോ, ആ മറ്റവളെ അഡ്വക്കേറ്റ് അഞ്ജലിയും. അവർ ഈ സമൂഹ വിവാഹം നടക്കുന്ന ആ ഒരു സ്ഥലത്ത് എന്റെ ഗുണ്ടകളെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ കണ്ടുപിടിക്കാനും പറ്റിയില്ല. അപ്പൊ ഇവര് അതിനുള്ളിൽ കേറിയിട്ടുണ്ടാവും. അന്ന് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് 2 ദമ്പതികൾ വരണമായിരുന്നു. അതില് ആരും ഒരാള് വരാൻ പറ്റിയില്ല. അവരുടെ സ്ഥാനത്ത് ഇവര് കേറിയിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. ആ മണ്ടന്മാരടുത്ത് ഞാൻ പറഞ്ഞതാണ് അതൊന്ന് കേറി നോക്ക്, അവിടെ വന്നിരിക്കുന്ന എല്ലാവരും ചെക്ക് ചെയ്യണമെന്ന്. ആ മണ്ടന്മാരത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് എല്ലാ കാര്യവും പൊളിഞ്ഞല്ലോ മോളെ. അവന്റെ അർജുന്റെയും അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞല്ലോ. എന്നാലും ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ, ഞാൻ തോറ്റുപോയി, ഞാൻ എന്തിനാ ജീവിക്കണത്, പോയി ചാവുന്നതാ നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടെ. മോളെ ഞാൻ പറഞ്ഞോട്ടെ, മോളെ അച്ഛൻ പറഞ്ഞോട്ടെ എന്നൊക്കെ കുറിപ്പ് പറയുന്നുണ്ടെങ്കിലും കാവ്യ അതൊന്നും കേൾക്കുന്നില്ല. ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറിപ്പ് നേരെ പോണതാണെന്നുണ്ടെങ്കിലോ നമ്മുടെ രാഘവന്റെ അടുത്തേക്ക്. എന്നിട്ട് രാഘവനുടെ മുഖത്തേക്ക് ആ ഫോട്ടോസ് വലിച്ചിടണോ, കാണ് തന്റെ മകൻ അർജുന്റെ വിവാഹം കഴിഞ്ഞടോ. താൻ എന്താടോ രാവിലെ വരെ സ്വപ്നം കണ്ടോ? എന്റെ മകൻ അർജുന്റെ വിവാഹം കഴിഞ്ഞോ? അവൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പോലില്ല, ഉറങ്ങുവാണ്. ഇന്ന് വിവാഹം കഴിഞ്ഞെന്നല്ല,
ഒരാഴ്ച മുമ്പേ അവന്റെ വിവാഹം കഴിഞ്ഞു. ആ സമൂഹ വിവാഹത്തിന്റെ കൂട്ടത്തിൽ അവന്റെ വിവാഹം കഴിഞ്ഞു. താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. നോ 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 നോ, തനിക്ക് ആള് തെറ്റി. എടീ ഫോട്ടോസ് നോക്കണോ, തന്റെ മോൻ അല്ലേടെ നിൽക്കുന്നത്. അന്ന് കാവ്യമായിട്ടുള്ള വിവാഹം നടന്ന അതേ വേഷത്തിൽ തന്നെയാണ് അവൻ അങ്ങോട്ടേക്ക് പോയത്. എന്നിട്ട് അവൻ ആ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇല്ല, ഇതെനിക്ക് മരിക്കുന്നതിന് തുല്യാണ്. എന്നാ താൻ പോയി മരിച്ചോടോ, അതാണ് ഇതിനേക്കാൾ നല്ലത്. എന്റെ മോൾ എന്തെങ്കിലും അബദ്ധം കാണിച്ച രാഘവ, തന്നെയും തന്റെ കുടുംബത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസ് വലിച്ചിട്ട് കുറിപ്പ് അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഇതെല്ലാം തന്നെ അനുപമ കേൾക്കുന്നു കേട്ടോ. അനുപമ വേഗം തന്നെ ആ ഫോട്ടോ നോക്കാണ്. അനുപമ ഞെട്ടിപ്പോവാട്ടോ. അനുപമ എടുത്ത് രാഘവണ്ടി പറഞ്ഞിട്ട്, കണ്ടില്ലേ, നിനക്ക് സമാധാനായില്ലേ? നിന്റെ അനിയത്തി അഡ്വക്കേറ്റ് അഞ്ജലിനെ എന്റെ മകൻ വിവാഹം ചെയ്തു. നിനക്ക് തൃപ്തിയായില്ലേ? അങ്കിൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇതെനിക്ക് ഒരു മനസ്സറിവും ഇല്ലാത്ത കാര്യങ്ങളാണ് അങ്കിൾ ഈ പറയണത്. നിനക്ക് മനസ്സറിവില്ലാത്ത കാര്യങ്ങൾ പോലും. എടി, നീ ഒരുപാട് അവിടെ അനുഭവിക്കുക. ഇപ്പൊ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. അന്ന് അർജുനെയും കാവ്യനെയും വിവാഹം കഴിക്കാൻ വേണ്ടി വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിൽ നിന്ന് നടത്തിയതും നീ, ആ വിവാഹം മുടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തതും നീ. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി അങ്കിളെ. ഇത് ഞാൻ എന്തായാലും അങ്കിള് മുമ്പിൽ തെളിയിച്ചിരിക്കും. പിന്നെ ആ അഞ്ജലി, അവൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് നേരെ അനുപമ പോണത് നമ്മുടെ ശ്യാമളയുടെയും അതുപോലെ തന്നെ അച്ഛൻ ശിവരാമന്റെ അടുത്തേക്കാണ്. നീ എന്തിനാണ് ഇവിടേക്ക് കയറി വന്നത് എന്ന് ശിവരാമൻ ചോദിക്കുമ്പോ, ഞാൻ ഇവിടെ വസിക്കാനൊന്നും വന്നതല്ല. നിങ്ങൾ രണ്ടുപേരും, അയ്യോ എന്റെ പൊന്നോമന, എന്റെ ചക്കരക്കുട്ടി, എന്റെ തങ്കക്കൂടം എന്നൊക്കെ വളർത്തുന്ന ഒരു മകളുണ്ടല്ലോ അഡ്വക്കേറ്റ് അഞ്ജലി, ചെറുപ്പം മുതൽ നിങ്ങൾക്ക് അവളോടാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരിക്കലല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് സ്നേഹിച്ചത്. ഈ ആര്യനെ നിങ്ങൾ 3 പേരും ഒരുപോലെ കണ്ടു. പക്ഷെ നീ കള്ളത്തരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആർഭാടത്തിന്റെ ആളായി. അത് ഞങ്ങൾ തീർത്താൻ നോക്കുമ്പോൾ നിനക്ക് ഞങ്ങൾ ശത്രുക്കൾ, അല്ലാതെ ഞങ്ങൾ ഒരിക്കലും നിന്നെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. എന്തായാലും പോട്ടെ, ലീവ് ഇറ്റ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ വന്നതാണ്. നിങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞല്ലേ, എന്നിട്ട് നിങ്ങളത് എന്നെ അറിയിച്ചില്ലല്ലോ. നീ എന്താടി പറഞ്ഞത്? നീ വല്ല സ്വപ്നം കണ്ടോ? ശ്യാമളെ, ഇവൾക്ക് എന്താ പ്രാന്താണോ? എനിക്കറിയില്ല ശിവരാമേട്ട. എടി, നിനക്ക് എന്താടി പെണ്ണെ? ഓഹോ, അപ്പൊ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞില്ലല്ലേ? എന്തറിഞ്ഞില്ലേന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് ഇന്ദിര വരുന്നുണ്ട്. എന്താ അനുപമേ, എന്താടി കാര്യം? എങ്കിലേ എല്ലാവരും വാ. എവിടെ ആര്യ? എവിടെ? അവളാണ് ആദ്യം അറിയേണ്ടത്. അല്ല, അഞ്ജയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണല്ലോ. ആര്യ, എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? എങ്കിൽ എല്ലാവരും കേട്ടോ. നിങ്ങളുടെ പ്രിയപുത്രി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വിവാഹം വളരെ രഹസ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. ആ ഒരു സമൂഹ വിവാഹം ഉണ്ടായല്ലോ, കുറിപ്പ് നടത്തിയത്. അവിടെ കയറി അവിടെ വിവാഹം കഴിഞ്ഞു. വരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇടക്കും തലക്കൊക്കെ ഇറങ്ങി പോകുന്നുണ്ടല്ലോ, അവൻ അർജുൻ, അവൻ തന്നെയാണ് വരൻ. നീ എന്തൊക്കെയാ പറയണത്? അതെ, നിങ്ങളിത് വിശ്വസിക്കില്ല. ദേ തെളിവ് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്. അത് കാണുമ്പോഴേക്കും ശരിക്കും ശിവരാമൻ ഷോക്കായി പോവാട്ടോ. ശ്യാമളക്കും അതേ അവസ്ഥ ഉണ്ട്. ഇത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നൊരു അവസ്ഥ. അങ്ങനെ അഞ്ജലിയുടെയും അർജുന്റെ വിവാഹം കഴിഞ്ഞ കാര്യം വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അറിയാൻ പോകുന്ന വീക്കെൻഡ് പ്രൊമോയാണ് നമുക്കിപ്പോ വന്നിരിക്കുന്നത്. പത്മേനെയും അമ്പാടിനെയും ആരെയും തന്നെ കാണിച്ചിട്ടില്ല. അപ്പൊ അത് എന്താകുമെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.